പ്രിയപ്പെട്ടവരെ, വീണ്ടും കർത്താവിൻ്റെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവാരാധനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ഷാലോമിൻ്റെ പ്ലാനിംഗ് ആൻഡ് ഔട്ട്റീച്ച് മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശ്രീ ഡൊമിനിക് സാവിയോയാണ്. അദ്ദേഹത്തോട് ചേർന്ന് വീണ്ടും ദൈവാരാധനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ തിരുവചനത്തില് ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. ജനമെല്ലാം അവനെ സ്പർശിക്കുവാൻ വേണ്ടി അവസരം പാർത്തിരുന്നു. ജനമെല്ലാം അവനെ സ്പർശിക്കുവാൻ വേണ്ടി അവസരം പാർത്തിരുന്നു. കാരണം അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് അനേകരെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ വചനത്തിന്റെ അർത്ഥം, അനേക വർഷം രക്തസ്രാവത്തിന് അടിമപ്പെട്ട ആ സ്ത്രീ വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും ശക്തി ഒഴുകി. യേശു കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ അവിടെ ആ കുഷ്ഠരോഗിക്ക് സൗഖ്യമുണ്ടായി. വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യം അനുഭവിച്ചു. ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയ അവസരമാണ്. അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട അനേകതി വ്യക്തികളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ സമയങ്ങളിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മറഞ്ഞുപോയൊരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുക. ഇന്ന് നിങ്ങൾ വിദൂരങ്ങളിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ യേശുവിന്റെ ശക്തിയെ നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ തൊട്ടാൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരമുണ്ട്, യേശുവിനെ തൊട്ടാൽ എനിക്കത് മതി എന്ന വലിയ ഹൃദയത്തിലുള്ള ആഗ്രഹവും വിശ്വാസവും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കാൻ കടന്നു വന്നത്. പ്രിയപ്പെട്ട, ദൈവം നൽകിയ ഈ അവസരം അത് നമ്മൾ വിവേകത്തോടെ ഉപയോഗിക്കുമ്പോൾ ദൈവം ഇന്ന് തീർച്ചയായും നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനും അമ്മയും എന്നെ തള്ളിയാലും ദൈവം എന്നെ കൈക്കൊള്ളും. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ എത്രമാത്രം പ്രതിസന്ധികളിലാണെങ്കിലും ദൈവത്തിന് നമ്മെ സഹായിക്കുവാനും ദൈവത്തിന് നമ്മെ സ്പർശിക്കുവാനും സൗഖ്യം നൽകുവാനും കഴിയും. ഹല്ലേലൂയ. ഒറ്റ കാര്യം മതി. എന്താണ് വേണ്ടത്? വിശ്വാസം മതി. സ്നേഹമുള്ളവർ, നമ്മൾ വീണ്ടും പാട്ടുപാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും ഈ ആരാധന ഗാനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് മുഴു ഹൃദയത്തോടെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സ്പർശനം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് തന്നെ ദൈവം നമ്മെ ചേർത്ത് വിളിച്ചിരിക്കുകയാണ്. ഈശോയോട് പറയാം, ദൈവമേ, ഈ രാത്രി എൻ്റെ ശരീരവും മനസ്സും ആത്മാവും മുഴുവനും ഇതാ നിന്നോട് ഞാൻ ചേർത്ത് വെക്കുന്നു. സ്നേഹമുള്ള, ഈ ദിവസങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ, കടക്കണിയുടെ വക്കീലായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ വലിയ നൊമ്പരത്തിൽ എന്നോട് അവൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചു. എനിക്ക് മാനുഷികമായ രീതിയിൽ ഒരു കാര്യം പോലും പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ പ്രാർത്ഥനാപൂർവ്വം ഞാൻ വിശുദ്ധ വചനം തുറന്നപ്പോൾ കോടിക്കണക്കിന് രൂപ കടബാധ്യതയുള്ള ചെറുപ്പക്കാരന് വേണ്ടി ദൈവം സംസാരിച്ചു. 71-ാം സങ്കീർത്തനത്തിൽ 20-ാമത്തെ തിരുവചനം, ആ തിരുവചനത്തിൽ ഇപ്രകാരം അരുളി ചെയ്തു: കർത്താവ് എനിക്ക് ദാരുണമായ കഷ്ടതകൾ വരുത്തി, എന്നാൽ അവിടുന്ന് നവജീവൻ നൽകി എന്നെ കർത്താവ് അനുഗ്രഹിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്നും കർത്താവിനെ കരകയറ്റും, എന്നെ മഹത്വപ്പെടുത്തും, എനിക്ക് ആശ്വാസം നൽകും. പ്രിയപ്പെട്ടവർ, ഈ വചനം ഞാൻ ആ സഹോദരനോട് പറഞ്ഞപ്പോൾ സഹോദരൻ ഏങ്ങലടിച്ച് കരയുവാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, ദൈവവചനത്തിന് മനുഷ്യന്റെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും. അതേ, സംഗീതത്തിന് ഇപ്രകാരം പറയുകയാണ്: ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, എൻ്റെ ഹൃദയം ആകൃത കൊണ്ട് നിറയുമ്പോൾ അവിടുന്ന് നൽകുന്ന സന്തോഷം, ഉന്മേഷം എന്നെ ആനന്ദപുളകമണിയിക്കുന്നു. പ്രിയപ്പെട്ട, ദൈവം നമ്മളെ ആശ്വസിപ്പിക്കണം. ഇന്ന് നീ ഏത് കണ്ണുനീരിന്റെ അനുഭവത്തിലാണെങ്കിലും, ഏത് തടവറയിലാണെങ്കിലും, നിന്റെ ജീവിതം കർത്താവിന് കൊടുത്തുകൊണ്ട് എന്റെ ജീവിതത്തിലെ എല്ലാ അസാധ്യമായ മേഖലകളിലും ദൈവത്തിന് ഇടപെടാൻ കഴിയുമെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ മടിയിൽ തുറന്നു വെച്ച് ഈ ഗാനത്തോട് ചേരാം.
ഞാനേറ്റം വലഞ്ഞിടുമ്പോ ദയവായി കണ്ണുകൾ അടയ്ക്കാമോ? കണ്ണുനീർ വാർത്തവരൻ കാര്യം നടത്തി തരും. കാര്യം നടത്തി തരും. കണ്ണുനീർ താഴ്വരയിൽ ചേർന്ന് പാടാം. എല്ലാവരും ചേർന്ന് ഉറപ്പോടെ പാടാം. നിന്മനമിളകാതെ നിന്മനം വരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഞാനുണ്ട് അന്ത്യം വരെ. ചേർന്ന് പാടാമോ? നിന്മനം നിന്മനമിളകാതെ നിന്മനം വരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ജീവിതം മുഴുവനും കൊടുക്കാം. നമ്മുടെ എല്ലാ സങ്കടങ്ങളും കർത്താവിന് കൊടുക്കാം. സംഗീതൻ പറഞ്ഞു, അവിടെ തന്നെ പ്രകാശവും കോട്ടയുമാണ്. ഏത് വേടന്റെ കണിയിൽ നിന്നും അവിടെ തന്നെ രക്ഷിക്കും. കർത്താവ് നമ്മോട് പറയുകയാണ്, എത്ര വലിയ സഹനത്തിലൂടെ നടന്നു പോകുന്നെങ്കിൽ ദൈവം തന്നെ സഹായിക്കും. ഭയപ്പെടേണ്ട മകനെ, മകളെ, ഭയപ്പെടേണ്ട നീ. അവൻ ജീവിക്കുന്നു. കണ്ണുകടച്ച് ആരാധിക്കാമോ? കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും ക്രൂശിൻ നിഴൽ നിനക്കായി. ചേർന്ന് വേണം. നിന്മനമിളകാതെ വലതേരം ഉയർത്തി നിന്മനം പതരാതെ ഹൃദയം കൊണ്ട് ചേരാമോ? നിന്നോട് കൂടെ എന്നും അതെ, ഞാനുണ്ട് അന്ത്യം വരെ. ഈശോ നമ്മോട് പറയുകയാണ്, നമ്മുടെ കൂടെ കർത്താവുണ്ട്. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഭയപ്പെടേണ്ട മകനെ, തീച്ചോളയുടെ അനുഭവത്തിലൂടെ ആയിരിക്കാം നീ കടന്നു പോകുക. നിന്റെ ജീവിതം തീർന്നു, ഇനി മുന്നോട്ടില്ല എന്നുള്ള ചിന്തയിലൂടെ ആയിരിക്കാം നീ ആരാധനയിൽ പങ്കെടുക്കുക. എന്നാൽ കർത്താവ് പറയുകയാണ്, അവിടുന്ന് നിനക്ക് നവജീവൻ നൽകും. നമുക്ക് നമ്മോട് തന്നെ പറയാം, ദൈവം എനിക്ക് നവജീവൻ നൽകും. ഓലോ, നന്ദി കർത്താവേ. യേശുവേ, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അക്കാരം കണ്ടു പാടാം. തീച്ചുളസിക്കുടി ഒറ്റക്കിണർ മരുഭൂമി ജയിലറ
സ്തുതിക്കാം. നമ്മുടെ കൂടെയുള്ള ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ശബാരതാലമി ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. എന്ത് പ്രശ്നം വന്നാലും എന്റെ ദൈവം എന്റെ കൂടെ. ദൈവമേ, ഈ ചൂളയുടെ നടുവിലൂടെയാണ് പോകുന്നതെങ്കിലും, മരണത്തിന്റെ നിഴലിയുടെ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും, ദൈവം എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന ബോധ്യത്തോട് നമുക്ക് പറയാമോ? അത് ക്യാൻസർ ആണോ, മാരകമായ രോഗത്തിന് അടിമപ്പെട്ടാണോ നീ നിൽക്കുക എന്നെങ്കിൽ നീ നിന്നോട് തന്നെ പറയുക, എന്റെ ദൈവം എന്നെ കൈവിടില്ല, എന്റെ ദൈവം എന്നെ കൈവിടില്ല. നിന്റെ രോഗത്തെ ഓർത്ത് സ്തുതിക്കുക. ഒരിക്കലും ഉറക്കെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ തുടിക്കാമോ? യേശുവേ തുടിക്കാമോ? യേശുവേ എന്റെ ദൈവമേ, രാത്രി എങ്ങനെ ആരാധിക്കും. കരങ്ങൾ താത്തി ചെങ്കടൽ തീരമതിൽ നിന്ദാസർ കേളതുപോ പൂർവികരോടൊപ്പം സംഗീതം നേരെ വരും. വൻഭാരം മാറിപ്പോകും. വൻഭാരം മാറിപ്പോകും. നീ ഏത് ചെങ്കടലിന്റെ മുമ്പിലാണെങ്കിലും പാടും പ്രിയമുള്ളവരെ. കടൽ തീരമതിൽ നിന്ദാസർ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഭാരങ്ങൾ മാറിപ്പോകട്ടെ. വിശ്വാസത്തോടെ വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാടാമോ? ഹൃദയം തുറന്ന് ഒരിക്കൽ കൂടി പാടാമോ? ജീവിതം മുഴുവനും കൊടുക്കാം. നിന്റെ ജീവിതം എത്രമാത്രം ഇരുട്ടിലാണെങ്കിലും ഒരു പുതിയ പാത അവിടുന്ന് തരും. കടക്കണിയുടെ നടുവിലാണെങ്കിലും ദൈവത്തിന് തന്നെ പൊക്കാൻ സാധിക്കും. ദൈവമേ, ഈ രാത്രിയിൽ എന്നെ ഒന്ന് സ്പർശിക്കണമേ. അത് ജനം മുഴുവൻ അവനെ തൊടാൻ വേണ്ടി കാത്തിരുന്നു, അവസരം പാർത്തിരുന്നു. ദൈവം നിനക്ക് വേണ്ടി വെച്ച അവസരമാ സഹോദര സഹോദരി. ഇത് നീ നല്ലപോലെ ആരാധിക്കുക. നിന്റെ പരിസരത്ത് നിൽക്കുന്ന വ്യക്തിയെ നീ ശ്രദ്ധിക്കേണ്ട. നീ ദൈവത്തിന് ഹൃദയം തുറക്കട്ടെ. എൻ മനമിളകുകില്ല, എൻ മനം പതറുകില്ല. എന്നോട് കൂടെ എന്നും യേശുവുണ്ട്. എന്ത് പ്രശ്നം വന്നാലും എന്റെ മനസ്സിളകിയില്ലെന്ന് പാടാമോ? എൻ മനമിളകുകില്ല, എന്ത് രോഗം വന്നാലും എൻ മനം പതറുകില്ല. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എന്നോട് കൂടെ എന്നും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? യേശുവുണ്ട്. വലതുകരം ഉയർത്തി പിടിച്ചുകൊണ്ട് പാടാം. എൻ മനമിളകുകില്ല, എൻ മനം പതറുകില്ല. കരങ്ങൾ വീശി എന്നോട് കൂടെ എന്നും ഉറപ്പോടെ പാടാമോ? യേശുവുണ്ട്. യേശുവേ ആരാധന പാടാമോ? യേശുവേ ആരാധന, കരങ്ങൾ വീശി യേശുവേ ആരാധന, ആദരം തുറന്ന് പാടാമോ? യേശുവേ ആരാധന.
സ്വാതന്ത്ര്യത്തോടെ സ്തുതിക്കാമോ? നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോടെ യേശുവിനെ വിളിക്കാമോ? ഹൃദയം തുറക്ക പ്രിയമുള്ളവരെ, അതിന് തുറക്ക്. എങ്ങനെ സ്തുതിക്കാൻ പോകുമോ അതുപോലെ ദൈവത്തെ ആരാധിക്കുക. നമ്മുടെ കർത്താവ് ഇവിടെ ഉണ്ട്, യേശു ഇവിടെ ഉണ്ട്. വിളിക്ക ദൈവത്തെ. അന്ധകാര പീഡകള് യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിക്കാമോ? പരിശുദ്ധാത്മാവേ, 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 ആത്മാവേ, ആത്മാവേ, ആത്മാവേ. പറയട്ടെ, പറയട്ടെ. ഭാഷാപരത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വിളിക്കാമോ? എല്ലാവരും പാടുന്നു. പരിശുദ്ധാത്മാവേ, അഭിഷേകം. സ്വതന്ത്രമായി സ്തുതിക്കാം, സ്വതന്ത്രമായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Power, 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 power. ദൈവശക്തി, 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 ദൈവശക്തി. യേശുവേ, വിളിക്ക് മക്കളെ, വിളിക്ക് മക്കളെ. യേശുവിനെ വിളിക്ക്, യേശുവിനെ വിളിക്ക്, യേശുവിനെ വിളിക്ക്. യേശുവിന്റെ ശക്തി. യേശു തൊടുന്നു, യേശു തൊടുന്നു, യേശു തൊടുന്നു. വിളിക്കാമോ? യേശുവേ, പരിസരം നോക്കണ്ട, നീ ആരായിക്കൊള്ളട്ടെ. ദൈവത്തെ വിളിക്ക്, ദൈവമുണ്ട്. അന്ധകാര പീഡകള് യേശുനാമത്തില് വിട്ടുപോകട്ടെ. ദൈവമഹത്വം, ദൈവമഹത്വം, മഹത്വം, മഹത്വം. Power, 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 power. ദൈവശക്തി. Power, power. She, 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 she. നീയാണെന്റെ ദൈവം. സ്തുതിക്കുന്നു. യേശുവേ, യേശുവേ, കർത്താവേ, വിളിക്ക് മക്കളെ. യേശുവിനെ വിളിക്ക്. കണ്ണുകൾ രണ്ടും അടച്ച് കരങ്ങൾ മാറോട് ചേർത്ത് പിടിക്കാം.
ദൈവം ചലിക്കുന്ന സമയമാണ്. ദൈവം സ്പർശിക്കുന്ന സമയമാണ്. പ്രിയ സഹോദര സഹോദരി, നീ ആരായിക്കൊള്ളട്ടെ, കർത്താവ് പറയുകയാണ്, അവിടുന്ന് നിനക്ക് നവജീവൻ നൽകും. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് നിന്നെ കരകയറ്റും. വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയവനല്ല, ഇന്നും നിന്നെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് യേശുവിനെ മഹത്വപ്പെടുന്ന ഈ ആലയത്തിൽ കൊണ്ടുവന്ന് നിന്നെ വിളിക്കാൻ ഇവിടെ കൊണ്ടുവന്ന് നിന്റെ ദൈവം നിന്നോട് പറയുകയാണ്, നീ കരയണ്ട. കരച്ചിൽ നിർത്തി നിന്റെ കണ്ണുനീർ തുടയ്ക്കൂ. നിന്റെ യാതനകൾക്ക് പ്രതിഫലം നൽകും. അപ്പാ, കരങ്ങൾ രണ്ടൊന്ന് തുറന്നു പിടിക്കാമോ? ജീവിതം സമർപ്പിക്കുന്നതിന് പ്രതിമയെ ഒന്ന് ഉയർത്തി പിടിക്കാമോ? സ്തുതിക്കാമോ? നിങ്ങളുടേതായ ഭാഷയിൽ നിന്ന് സ്തുതിക്കാമോ? നിങ്ങൾ നോക്കണ്ട, അടുത്തുള്ള വ്യക്തിയെ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തുതിക്കാമോ? സ്തുതിക്കുന്ന കർത്താവ്, സ്തുതിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്പർശിക്കുന്ന ദൈവം ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നമുക്ക് ഈ ആയുസ്, ഈ ആരോഗ്യം നമുക്ക് എന്തുണ്ടോ അതെല്ലാം പാപമൊഴികെ മറ്റെല്ലാം ദൈവം ദാനമായി നൽകിയതാണ്. നിന്റെ കണ്ണുനീർ കാണാത്ത ഒരു ദൈവമല്ല. ലാസറിന്റെ പ്രിയപ്പെട്ടവരുടെ വേദനയിൽ കണ്ണുനീർ പൊഴിച്ചൊരു ദൈവം. നിന്റെ വിലാപത്തെ അവിടുന്ന് ആനന്ദ നൃത്തമാക്കും. ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് 12 ഇപ്രകാരം പറയുക, നിന്റെ ദൈവത്തെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും നീ ദൈവത്തെ സ്നേഹിക്കണം, അവിടുത്തെ ആരാധിക്കണം. പകുതി മനസ്സോടെയല്ല, പകുതി ശക്തിയോടെയല്ല, പകുതി ഹൃദയത്തോടെയല്ല നീ അവിടുത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത്. ദൈവം നിനക്ക് ദാനമായി നൽകിയ ജീവിതം കൊടുത്തുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് ഞങ്ങളുടെ കൂടെ ചേരാമോ? പ്രിയപ്പെട്ടവരെ, കരങ്ങളടിച്ച് സന്തോഷത്തോടെ ദൈവം നമുക്ക് നൽകിയ കരങ്ങൾ കൊടുത്തുകൊണ്ട് ആനന്ദത്തോടെ ചുവടുകൾ മാറ്റി ചവിട്ടി സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ശക്തമായ കരങ്ങളടിച്ചു, ശക്തമായ കരങ്ങളടിച്ചു, മുഴുവൻ ഹൃദയത്തോടെ പരസ്പരം നോക്കി പുഞ്ചിരിക്കാമോ? പരസ്പരം ഒന്ന് ശക്തിപ്പെടുത്താമോ? ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആനന്ദത്തോടെ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നവനാ. ഞങ്ങളുടെ കൂടെ ചേരാമോ? രോഗികൾ ആരാധിക്കട്ടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. കരങ്ങൾ താത്തി രണ്ട് സൈഡ് കരമടിച്ചു. ചേരാമോ? ആരാധിക്ക്. ശരീരം കൊടുത്ത് മുഴുവൻ മനസ്സോടെ പരസ്പരം പുഞ്ചിരിയോടെ, പരസ്പരം നോക്കി പുഞ്ചിരിച്ചോടെ, ഇടത്തും വലത്തും നിൽക്കുന്ന വ്യക്തികൾ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചോടെ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു, അവനെ നമ്മൾ ആരാധിക്കും. ദാനിയേലേപ്പോൾ സകലത്തെയും ആരാധിക്കും എന്റെ ദൈവത്തെ. ദാവീദിനെ
ജീവിതം, ദൈവം നൽകിയ ജീവിതം, പരസ്പര കാര്യങ്ങൾ പാർത്തു പിടിച്ച് ആടിപ്പാടി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കഷ്ടങ്ങൾ വന്നാലും കരങ്ങളടിച്ച് കഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എന്റെ ദൈവം. കഷ്ടങ്ങൾ വന്നാലും രോഗത്തിൻ നോവിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എന്റെ ദൈവത്തെ. കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എന്റെ ദൈവത്തെ. രോഗത്തിൻ നോവിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എന്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എന്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എന്റെ ദൈവത്തെ. ആരാധിക്കും എന്റെ ദൈവത്തെ. തുള്ളിച്ചാടി പൂർണ്ണ മനസ്സോടെ ഹല്ലേലൂയ ആരാധിക്കും എന്റെ ദൈവത്തെ. ഞാൻ പൂർണ്ണ ഹൃദയമോടെ ആരാധിക്കും എന്റെ ദൈവത്തെ. ഞാൻ പൂർണ്ണ മനസ്സോടെ ആരാധിക്കും എന്റെ ദൈവത്തെ. ഞാൻ പൂർണ്ണ ഹൃദയമോടെ ആരാധിക്കും എന്റെ ദൈവത്തെ. ഞാൻ പൂർണ്ണ ശക്തിയോടെ ശക്തമായി ശക്തമായി ആരാധിക്കും എന്റെ ദൈവത്തെ. ഞാൻ പൂർണ്ണ ശക്തിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങൾ വീശി ഹല്ലേലൂയ 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 പാടാമോ? ഹല്ലേലൂയ 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 വാ, വാ. കണ്ണുകളടച്ച്, കണ്ണുകളടച്ച്. കണ്ണുകളടച്ച്. പാടിക്കേ, പാടിക്കേ. കരങ്ങൾ വീശി. കണ്ണുകളടച്ച് യേശുവിനെ കണ്ട്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. സ്തുതിക്കാമോ? കരങ്ങളെ ഉയർത്തി സ്തുതിക്കാമോ? യേശുവേ വിളിക്കാമോ? പാടാമോ? കണ്ണുകളടച്ച്. വാ, വാ. യേശുവേ, യേശുവേ.